ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന നോവലാണ്. വൈഗ പീസിൻ്റെ തുടർച്ച. അതിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ നോവലിലേക്ക് പോയാലോ. കോട്ടയം SP വിൽസൺ തോമസിൻ്റെ നമ്പറാണ് തിരിഞ്ഞത്. പെട്ടെന്ന് ആ നമ്പർ കണ്ടപ്പോൾ അവൾ അന്താളിച്ചു പോയി. ഡോക്ടറുടെ റൂമിൻ്റെ ഭിത്തിയിലെ ക്ലോക്കിൽ സമയം 1:15. ഈ സമയത്ത് എന്തിനാണ് ഈ വിളി? സർ, അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ വൈഗ, താൻ ഈ അസമയത്ത് ഡോക്ടർ ഹരിലാലിൻ്റെ മുറിയിൽ കയറിയിരിക്കുന്നത്? തനിക്കെന്താ പെട്ടെന്നൊരു വിദഗ്ധ ന്യൂറോ സർജൻ്റെ ആവശ്യം? പറയണം. നേരത്തെ ചിരിയോടെ അകമ്പടിയുള്ള ചോദ്യം. പക്ഷെ തീക്കൊള്ളിയിൽ അറിയാതെ കെട്ടിപ്പിടിച്ചതുപോലെ പൊള്ളിപ്പിടഞ്ഞു വൈഗ. അധ്യായം 2. വൈഗ. SP വിൽസൺ തോമസിൻ്റെ വിളി തൻ്റെ ചെവിക്കുള്ളിൽ വീണ്ടും മുഴങ്ങുന്നത് വൈഗ അറിഞ്ഞു. എന്താ താൻ മിണ്ടാത്തത്? അത് ഡോക്ടർ ഹരിലാലിനെ ഈ പാതിരാത്രിക്ക് കാണാൻ മാത്രം എന്താവശ്യമാണ് തനിക്ക്? ആർക്കാടോ തലയ്ക്കസുഖം? ആ ചോദ്യം അല്പം കൂടി പരിഹാസത്തിലാണെന്ന് തോന്നി അവൾക്ക്. പരിഹാസത്തിലുപരി ആ സ്വരത്തിലെ ഗൗരവവും വൈഗ ശ്രദ്ധിച്ചു. താൻ ഇങ്ങോട്ട് പോകുന്നത് ഒരു കുഞ്ഞു പോലും അറിയാതെയാണ്, അതീവ രഹസ്യമായിട്ടാണ്. പക്ഷെ എത്ര ഒളിച്ചിട്ടും അച്ഛനു വേണ്ടി താൻ തെരഞ്ഞു കണ്ടെത്തിയ തെളിവുകൾ തന്നേക്കാൾ മുമ്പേ തോണ്ടി പുറത്തിട്ടയാളാണ് SP. അതേ SP ഇതാ ഇപ്പോഴും തൻ്റെ തൊട്ടു പിന്നാലെയുണ്ട്, ക്യാമറ കണ്ണുകളുമായിട്ട്. ഹോസ്പിറ്റൽ ഭിത്തി തുളച്ച് ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലേക്ക് ആ ക്യാമറ കണ്ണുകൾ കടന്നു വരുന്നുണ്ടെന്ന് തോന്നി വൈഗയ്ക്ക്. സർ, വൈഗ അതീവ വിനയസ്വരം വരുത്തി പറഞ്ഞു. ഞാൻ ന്യൂറോളജിസ്റ്റിനെ തേടി വന്നത് ആരുടെയും തലക്കസുഖം ഉണ്ടായിട്ടല്ല, പിന്നെ ഒരത്യാവശ്യം ഉണ്ടായി. നേരിൽ പറയാം സാർ, അവൾ പറഞ്ഞു. അഖിൽ നടുങ്ങിപ്പോയി. ഡോക്ടർ ഹരിലാലും മമ്പരുന്നു. അവർ മാത്രമല്ല, ആ റൂമിലുള്ള എല്ലാവർക്കും നടുക്കമായി. എപ്പോ? SP സ്വരത്തിൽ കൂടുതൽ ഗൗരവമുണ്ടെന്ന് അവൾ അറിഞ്ഞു. ഈ രാത്രി പുലരും മുമ്പ് എന്തു വന്നാലും ഞാൻ സാറിനെ കണ്ടിരിക്കും. മാറ്റമില്ലല്ലോ? ഇല്ല. ഓക്കെ. കോള് കട്ടായി. വൈഗ ദീർഘമായ ഒരു നിശ്വാസത്തോടെ മുഖമുയർത്തി. വിറങ്ങലിച്ച മുഖങ്ങളായിരുന്നു മുമ്പിൽ. മാഡം പോലീസിനെയാണോ വിളിച്ചത്? ഡോക്ടർ ഹരിലാൽ ചോദിച്ചു. അതെ. വൈഗ സമ്മതിച്ചു. SP വിൽസൺ തോമസ്. പുലരും മുമ്പ് മാഡം അഖിലിനെ കാട്ടിക്കൊടുക്കാനാ? അതെ. വൈഗയുടെ സ്വരം ദൃഢമായിരുന്നു. അഖിൽ നടുങ്ങിപ്പോയി. രേണുകയും പ്രതാപനും ജീവച്ഛവങ്ങളായി. ഞങ്ങൾ ഇത്രയും നാൾ പാടുപെട്ടതൊക്കെ വെറുതെ ആയല്ലോ മാഡം, ജ്യോതീന്ദ്രൻ പരിതപിച്ചു. നിങ്ങൾ പാടുപെട്ടതല്ലെങ്കിലും വെറുതെയാണ്. എന്നായാലും അഖിൽ പോലീസിന് സറണ്ടറായാൽ മതിയാവും. അതിന് എൻ്റെ മോൻ എന്ത് കുറ്റമാണ് ചെയ്തത്? പ്രതാപൻ അരിശം വന്നു. എടി, രേണുക സകല നിയന്ത്രണങ്ങളും മറ്റതുപോലെ മുമ്പോട്ട് പാഞ്ഞു വന്ന് വൈഗയെ പിടികൂടി. അവൾ ധരിച്ചിരുന്ന ചുരിദാറിൻ്റെ ടോപ്പിൽ പിടിച്ച് ശോഭത്തോടെ ചോദിച്ചു. സംഭവിച്ചതൊക്കെ ഇത്രയേറെ വിശദീകരിച്ച് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലടി എൻ്റെ മോൻ നിരപരാധിയാണെന്ന്? രേണുകയുടെ ആ നീക്കം പ്രതാപൻ തീരെ പ്രതീക്ഷിച്ചില്ല. അയാൾ രേണുകയെ കടന്നു പിടിച്ചു. അയാൾ രേണുകയുടെ കൈകൾ വൈഗയിൽ നിന്നും വിടുവിക്കാൻ നോക്കി. രേണുക പക്ഷേ പ്രതാപൻ്റെ കൈകൾ തട്ടിമാറ്റി. അടക്കി വെച്ച് സർവ്വരോഷവും പൊട്ടിത്തെറിക്കുന്ന മട്ടിൽ അവൾ ആക്രോശിച്ചു. ഇവളെ ഞാൻ വിടില്ല. എനിക്കറിയണം ഇത്രയ്ക്കും ദ്രോഹിക്കാൻ മാത്രം എൻ്റെ മോൻ എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന്, എന്ത് കുറ്റത്തിനാ ഇവനെ പോലീസിന് കാട്ടിക്കൊടുക്കുന്നതെന്ന്. പ്രതാപൻ ബലമായ പിടുത്തത്തിൽ വൈഗയിൽ നിന്നും പിടിവിട്ട് വീണ്ടും നിന്ന് കിതച്ചു. എന്നിട്ടും രോക്ഷത്തോടെ, അതിലേറെ സങ്കടത്തോടെയും രേണുക വിരൽ ചൂണ്ടി. എൻ്റെ മോൻ ദയയെ കൊന്നിട്ടില്ല. അവളെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അതല്ല അവൻ ഇത്രയും നേരം നിന്ന് പറഞ്ഞത്. പിന്നെയും അവളുടെ അച്ഛൻ കൊല ചെയ്ത് ഫ്രീസറിനകത്ത് വെച്ച ഇവളുടെ അനിയത്തിയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചു. ഉണ്ടായിരുന്ന ചോര മുഴുവൻ ഊറ്റിക്കൊടുത്തു. എൻ്റെ മോൻ്റെ ചോര യൂറ്റുന്നത് കണ്ടു നിന്നോളാം ഞാൻ. ഒരക്ഷരം എതിര് പറഞ്ഞില്ല. ഒരു ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് കരുതി. രേണുക തുടർന്നു. ഇന്ന് രാവിലെ ഇവിടുത്തെ കൗണ്ടറിൽ ബില്ലടച്ചിരിക്കുക. കയ്യിലിരുന്നതും ബാങ്കിലുണ്ടായിരുന്നതും ഒക്കെ തീർന്നിട്ടിപ്പോൾ ബ്ലേഡിൽ നിന്നും പണം മേടിച്ച് അടച്ചേക്കുന്നു. ഇതൊക്കെയാണോടി എൻ്റെ മോനും ഞങ്ങളും ചെയ്ത കുറ്റം? വൈഗ രേണുകയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഒട്ടും ശോഭിച്ചില്ലവൻ. അഖിലിൻ്റെ ചോരയിട്ട് മിത്രയ്ക്ക് കൊടുത്തു. ആ ചോരയ്ക്ക് ആൻറ്റി കണക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അളവും കൃത്യമായി പറഞ്ഞാൽ മതി, അത് തിരികെ തരാം.
എൻ്റെ ചോര ഊറ്റി തന്നെ പോരെ? രേണുക അവളെ തുറിച്ചു നോക്കി. പിന്നെ അന്ന് മുതൽ ഇന്നോളം നിങ്ങൾക്ക് ചിലവായ തുക എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ തരും. വൈഗ കർക്കശയായി തന്നെ പറഞ്ഞു. പക്ഷേ ഇവൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും ഇവനെ അങ്ങ് വെറുതെ വിട്ടേക്ക് എന്നും ഒന്നല്ല. 1000 വട്ടം പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. പ്രയോജനമില്ലെങ്കിൽ പിന്നെ നീ ഇവനെ അങ്ങ് കൊല്ല്. ഇവനെ മാത്രമല്ല, ഞങ്ങളെയും കൊല്ല്. വൈകിയുടെ ഒട്ടും മയവില്ലാത്ത നിലപാടും മറുപടിയും രേണുകയുടെ സമനില തെറ്റിച്ചു. അവരുടെ ശബ്ദം ശോഭത്താൽ പതറി. രേണു! പ്രതാപൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മിണ്ടരുതെന്നോട്. രേണുക സർവ്വരോഷവും ഒരുമിച്ച് ചേർത്ത് പ്രതാപനോട് തട്ടിക്കയറി. ഇവള് നമ്മുടെ മോളെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടില്ലേ? ഒരു തരി പൊടി പോലും ദേഹത്തെ പറ്റിക്കണ്ട ഞാൻ എൻ്റെ നെഞ്ചിലിട്ട് വളർത്തിയത് എൻ്റെ പൊന്നുമോളെ. അതറിഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ നമുക്കിനി ജീവിക്കണ്ടെന്ന്. ഇത്തിരി വിഷം മേടിച്ച് നിന്ന് എല്ലാവർക്കും കൂടെ അങ്ങ് ചാകാന്ന്. അപ്പം നിങ്ങളെന്താ പറഞ്ഞത്? രേണുക വിരൽ ചൂണ്ടി. സ്വന്തം അനിയത്തിയുടെ മോണാൾ ഇവളോടെയെല്ലാം അങ്ങ് തുറന്നു പറയുമ്പോൾ ഇവള് നമ്മളെ മടിയിലോട്ട് എടുത്തു വെച്ചങ്ങ് രക്ഷിക്കുമെന്ന്. എന്നിട്ടിപ്പോഴോ രക്ഷിച്ചില്ലേ? രേണു നീയും നടങ്ങ്, ഞാൻ വൈകിയോട് സംസാരിക്കാം. പ്രതാപൻ വീണ്ടും പറഞ്ഞു. ഇല്ല, ഇവളോട് സംസാരിക്കണ്ട. സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യാത്ത തെറ്റിന് സ്വന്തം അച്ഛനെ പറ്റിയവളാണ് ഇവള് കാരണം ആ മനുഷ്യൻ ജയിലിൽ എത്ര നാളായി. സ്വന്തം തന്തയോടില്ലാത്ത സ്നേഹവും ദൈന്യതയും ഇവള് നമ്മളോട് കാട്ടുമോ? ഇവൾക്കിപ്പം നമ്മൾ ശത്രുക്കളല്ലേ? രേണുക എണ്ണിപ്പെറുക്കി തുറന്നു. എടീ, നിനക്ക് IPS കിട്ടിയപ്പോഴും പോലീസ് ഓഫീസർ ആയപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാണ് ഞങ്ങൾ. പക്ഷെ നീ ഇങ്ങനെ ഞങ്ങളെ തന്നെ കുരുക്കിട്ട് പിടിക്കുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ലടി. ഞാൻ ചങ്കോട്ടി പറയാം, നിന്റെ തലയിൽ അധിക നാളീ തൊപ്പി കാണുകയല്ലടി. കാർത്തിക് സങ്കടത്തോടെ വൈകിയെ നോക്കി. രേണു മതി. പ്രതാപൻ അരിശപ്പെട്ട് അവരുടെ വായടച്ചു പിടിച്ചു. മതിയെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇത് നമ്മുടെ വീടല്ല, ഹോസ്പിറ്റലാണ്. ബഹളം കെട്ട് ആരിങ്ങോട്ട് വന്നാലും പരിധി വിട്ട് നമ്മളെ സഹായിച്ച ഡോക്ടർ പോലും വീട്ടിലാവും. അത് നീ മറക്കണ്ട. രംഗം കണ്ട് ആകെ വീട്ടിലായി തന്നെ നിൽക്കുകയാണ് ഡോക്ടർ ഹരിലാൽ. രേണുക അദ്ദേഹത്തെ നോക്കി വിലപിച്ചു. വെറുതെ ആയിപ്പോയി ഡോക്ടറെ. നമ്മളെല്ലാവരും ഇത്രയേറെ പാടുപെട്ടത് വെറുതെ ആയിപ്പോയി. ഇവളെൻ്റെ കുഞ്ഞിനെ തൂക്കിക്കൊല്ലും ഡോക്ടറെ. ഇവള് കൊല്ലും. പറഞ്ഞ് കരഞ്ഞ് രേണുക തറയിലേക്ക് കുത്തിയിരുന്നു. തളർന്നു കുഴഞ്ഞു. അമ്മേ! അഖില് വിലങ്ങിട്ട കൈകൊണ്ട് രേണുകയെ ചേർത്ത് പിടിച്ചിരുത്തി. അവനും കരയുകയായിരുന്നു. പെറ്റമ്മയെ ഒരു വാക്കുപോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനാവാതെ. ഡോക്ടർ ഹരിലാലും ജ്യോതീന്ദ്രനും അലിവോടെ അവരെ നോക്കി. നിശബ്ദം നിന്നു. ശബ്ദിക്കാതെ നിൽക്കുകയായിരുന്നു വൈകിയും. ഭാര്യയുടെയും മകൻ്റെയും നിസ്സഹായതയും സങ്കടവും പ്രതാപനെ വല്ലാതെ തളർത്തി. അയാൾ വൈകിയുടെ മുന്നിലേക്ക് വന്നു, ഉറച്ച മുഖവുമായി. ഒരേ നിലനിൽക്കുന്ന അവളുടെ മുമ്പിൽ അയാൾ തൻ്റെ കൈകൾ കൂപ്പി. മോളെ! കരച്ചിലിൻ്റെ ധ്വനിയായിരുന്നു ആ വിളി. നീ എന്നെ അങ്കിളെന്ന് കരുതണ്ട. നിൻ്റെ അമ്മയുടെ കൂടപ്പുറപ്പാണെന്നും മറന്നേക്ക്. ഞാനൊരു വെറും മനുഷ്യൻ, ഒരു മകൻ്റെ പാവം അച്ഛൻ. അയാളുടെ കണ്ണുകളെ നൊമ്പരം കൊണ്ട് വിങ്ങി തുളുമ്പി ഒഴുകി. സ്വന്തം മകൻ 10 പേരെ കൊല ചെയ്താൽ പോലും ഒരച്ഛനെങ്ങനെ നിൽക്കുമോ പോലീസിൻ്റെ മുൻപിൽ? രക്ഷിക്കണേ എന്ന് യാചിച്ച്. പക്ഷേ എൻ്റെ മോൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ ദയയെ കൊന്നിട്ടില്ല മോളെ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നിൻ്റെ അനിയത്തിയെയും ഒപ്പം അച്ഛനെയും രക്ഷിച്ചതേ ഉള്ളൂ. രക്ഷിക്കുന്നവരെ ശിക്ഷിക്കാൻ നിൻ്റെ പോലീസിൽ വകുപ്പുകളുണ്ടോ മോളെ? ഉണ്ടെങ്കിൽ നീ ഇവനെ തൂക്കിക്കൊല്ലുക എന്നത് എൻ്റെ പണിയല്ലെങ്കിൽ അതിന് കോടതിയുണ്ട്. പ്രതാപൻ്റെ സങ്കടമോ കൂപ്പിയ കരങ്ങളോ യാചനയോ ഒട്ടുമേശാത്ത മട്ടിൽ വൈക പറഞ്ഞു. എന്നിട്ടവൾ രേണുകയും താങ്ങിയിരിക്കുന്ന അഖിലെയും ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി. ഇവൻ ദയയെ കൊന്നിട്ടില്ലെന്ന് ഇവൻ പറയുന്നു. അങ്കിളും ആൻറ്റിയും ഡോക്ടറും ജ്യോതിയും പറയുന്നു. പക്ഷേ പോലീസിൻ്റെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ഇവൻ്റെ നേർക്കാണ്. ഇവനാണ് അത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളും തെളിവുകളും നിലവിൽ ദയാക്കൊലക്കേസിൻ്റെ ഫയലിലുണ്ട്. മുറിയിലാകെ ഒരു ഭീതി പരന്നു. സകല വിശ്വാസവും നശിച്ചതുപോലെ അഖിൽ ചുറ്റും പതറി നോക്കി, പേടിച്ചരണ്ടവനെ പോലെ. ഇവൻ രക്ഷിച്ച് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ജീവനോടെ കിടക്കുന്ന മിത്ര കൊല്ലപ്പെട്ടു എന്ന് ഞാനുൾപ്പെടെ പോലീസ് കണക്കുകൂട്ടി. കൊന്നു എന്നതിൻ്റെ സകല തെളിവുകളും അച്ഛനെതിരെയായിരുന്നു. കൊലയാളി അച്ഛനല്ലെങ്കിലും അച്ഛനിപ്പോൾ ജയിലിലാണ്. അറിയാമല്ലോ, പോലീസിനും കോടതിക്കും എന്ത് നടപടിക്കും തെളിവുകൾ മതി. അവൾ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു.
എൻ്റെ ദൈവങ്ങളെ! രേണുക തളർന്ന് തറയിലിരുന്നു കൊണ്ട് നെഞ്ചിൽ തലതല്ലി അമർത്തി നിലവിളിച്ചു. അവരിൽ നിന്നും ഒരു വലിയ തേങ്ങലുണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയും അപകടത്തിൽപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. ഇന്ന് പോലീസ് കേസുള്ള ആ വീട്ടിൽ അതേ രാത്രിയിൽ അസമയത്ത് അഖിൽ ചെന്നിരുന്നു. എന്ന ഒറ്റ കാരണം മതി ഇവനെ കാണുന്നിടത്തൊന്നും പൊക്കിയെടുത്ത് അകത്തിടാൻ. പിന്നെന്താ ഉണ്ടാകുകയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണം. രേണുക 2 കൈയും ഉയർത്തി സ്വന്തം തലക്കടിച്ചു. രേണു! പ്രതാപൻ അസഹ്യതയോടെ അവരെ തടയാൻ നോക്കി. എനിക്കിനി ജീവിക്കണ്ട, രേണുക എന്നിട്ടും വിലപിച്ചു. അഖിലിൻ്റെ കണ്ണുകളിലേക്ക് രക്തം ഇറ്റുവന്ന് നിൽക്കുന്നു എന്ന് തോന്നി വൈഗയ്ക്ക്. വൈഗ അവൻ്റെ ആ രക്തനിറത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, രക്ഷിച്ചു എന്ന് നിങ്ങളെല്ലാവരും കണക്ക് പറയുന്നു. ഞാനും അത് അംഗീകരിക്കുന്നു. മിത്രയെ നീ രക്ഷിച്ചു, അതുവഴി അച്ഛനെയും. പക്ഷെ നിനക്കത് എന്നോടെങ്കിലും വന്ന് പറയാമായിരുന്നു. നീ പറഞ്ഞില്ല, പകരം ഒളിച്ചു. എന്നിട്ട് ഒരുപാട് കള്ളങ്ങളും കാപട്യങ്ങളും കാട്ടി പോലീസിനെ വിളിച്ചു വെട്ടിച്ചു. വൈഗ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, കുറ്റം ചെയ്യുന്നത്ര കുറ്റം തന്നെയാണ് കുറ്റം ഒളിപ്പിക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പോൾ കുറ്റവാളി അഖിൽ മാത്രമല്ലെന്ന്. വൈഗ വിരൽ ചൂണ്ടി. എനിക്ക് മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിയമത്തിന് മുമ്പിൽ കുറ്റവാളികളാണ്. അഖിൽ, അങ്കിൾ, ആൻറ്റി, ഡോക്ടർ, ജ്യോതീന്ദ്രൻ വരെയും. എല്ലാ മുഖങ്ങളും വിളറി. നിങ്ങളോടൊരക്ഷരം പോലും സംസാരിക്കുക പോലും ചെയ്യാതെ അറസ്റ്റ് ചെയ്യാം എനിക്ക്. മനസ്സിലായോ? ഡോക്ടർ ഹരിലാൽ ശബ്ദിച്ചില്ല. വൈഗ പറയുന്നത് സത്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. വൈഗ അഖിലിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. എനിക്ക് നിന്നോടാണ് പറയാനുള്ളത്. നീ ചെയ്തു വെച്ചത് എന്താണെന്ന് നീ അറിയണം. അവൾ തുടർന്നു. നിനക്ക് അമ്പാടിയിൽ 24 മണിക്കൂറും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 3 പെൺമക്കളുടെ മാതാപിതാക്കളായ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ അവരുടെ മൂത്ത മകനായിട്ടാണ് കരുതിയത്. ശരിയല്ലേ? അതേയെന്ന് അവൻ തലയാട്ടി. അവൻ്റെ കണ്ണുകളിലെ രക്തനിറം കുറഞ്ഞു. ദയയെ കാണാൻ ആ നിലയ്ക്ക് പകലായാലും രാത്രിയായാലും നേർവഴിക്ക് വരാമായിരുന്നു നിനക്ക്. പക്ഷേ നീ വളഞ്ഞ വഴി സ്വീകരിച്ചു. രാത്രിയെ കൂട്ടുപിടിച്ച് ഒളിച്ചു വന്നു. അഖിലിൻ്റെ മുഖം കുനിഞ്ഞു. സോ നീ അമ്പാടിയുടെ വളപ്പിൽ ഒളിച്ചു വന്ന അതേ രാത്രിയിൽ അവിടെ നടന്നതായി പറയുന്ന 2 കൊലപാതകങ്ങളിലും നിനക്ക് പങ്കില്ല എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നിനക്കുണ്ട്. എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യും എന്ന് അല്ലേ മേഡം? ജ്യോതീന്ദ്രൻ നെറ്റിയൊളിച്ചു. യെസ്, അവൾ സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എൻക്വയറി, ലോക്കപ്പ്, കോടതി, ജയിൽ അല്ലേ? ജ്യോതീന്ദ്രൻ്റെ മുഖം ധീരമായി. അവൻ അഖിലിൻ്റെ നേർക്ക് നോക്കി. ശവമായിരുന്നു അവൻ. അതെ, വൈഗ നിഷേധിച്ചില്ല. അവനെ രക്ഷിക്കാനായി ഞങ്ങൾ കഷ്ടപ്പെട്ടത് അത്രയും വെള്ളത്തിലായി. വൈഗ പുഞ്ചിരിച്ചു. അതേ എന്ന തലയാട്ടലോടെ. ഇവൻ്റെ ക്ലാസ്, ഭാവി, കരിയർ അതൊക്കെ ഇന്നോടെ തീരും എന്ന് മാഡം ചിന്തിച്ചോ? അതിപ്പോൾ ഞാൻ ചിന്തിക്കേണ്ട വിഷയമല്ല ജ്യോതി, വൈഗ പറഞ്ഞു. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പുള്ള കുസൃതിയെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും ഇവൻ എടുത്തോടിപ്പോന്നില്ലേ? പ്രണയത്തിൻ്റെ ലഹരി പിടിച്ച് അവനെ എൻകറേജ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സ്. അപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു നിങ്ങൾ. കുറ്റം എന്നും കുറ്റം തന്നെയാണ്. അതെന്തെങ്കിലും പിടിക്കപ്പെടുമെന്നു വൈഗ തീർത്തും പറഞ്ഞു. സോ ഐ ആം ഹെൽപ്ലെസ്. വേണ്ട, നിൻ്റെ ഹെൽപ്പ് വേണ്ട. പെട്ടെന്നായിരുന്നു പ്രതാപൻ കുതിച്ചു ചാടിയതും അഖിലിനെ പിടികൂടിയതും. എൻ്റെ മോനെ നിൻ്റെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കറിയാം. നീയും നിൻ്റെ മുഴുവൻ ഫോഴ്സും മഷിയിട്ട് നോക്കിയാൽ പോലും എൻ്റെ മോനെ നിനക്ക് കിട്ടില്ലടി. പറയുന്നതിനിടയിൽ അയാൾ മകനെ മുമ്പിലേക്ക് തള്ളിയിട്ട് അവനൊരു കവചം തീർത്ത് വാതിക്കലേക്ക് കുതിച്ചു. നോ, അഖിൽ നിൽക്ക്, അങ്കിൾ പോകരുത്. ഞൊടിയിടയിൽ വൈഗ അവർക്കരികിലേക്ക് കുതിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രതാപൻ വാതിലിൻ്റെ കുറ്റി തട്ടിമാറ്റി. അത് വലിച്ചു തുറന്ന് മകനെ പുറത്തേക്ക് തള്ളി. ഓടിക്കോടാ മന, പോയി രക്ഷപ്പെട്ടു. അവരെ പുറത്തേക്ക് തള്ളിയിട്ട് വാതിൽ വലിച്ചടിച്ചു. വൈഗയും പ്രതിരോധിക്കാനായി പ്രതാപൻ്റെ നീക്കം. പക്ഷേ അയാൾ നടുങ്ങിപ്പോയി. പുറത്തു നിൽക്കുന്ന 2 പേര്, SP വിൽസൺ തോമസും CI ഗോപകുമാറും. അവരുടെ കൈകളിലേക്കാണ് വിലങ്ങിട്ട കൈകളുമായി അഖിൽ ചെന്നു വീണത്. അയ്യോ എൻ്റെ മോനെ! ഭർത്താവിൻ്റെയും മകൻ്റെയും പിന്നാലെ ഓടാതിരിക്കാൻ വൈകിയെ ഉറുപ്പടക്കം പിടിച്ചു നിർത്തുകയായിരുന്ന രേണുക ബോധമറ്റു വീണു. തനിക്ക് പറ്റിയ ഭീകരമായ അബദ്ധം. പ്രതാപനം വിറങ്ങലിച്ചു നിന്നു. വൈഗ കണ്ടു അഖിലിനെ കീഴ്പ്പെടുത്തിയിട്ട് തന്നെ നോക്കുന്ന SP-യെ. അധ്യായം 3. സർ. വൈഗ പെട്ടെന്ന് SP-യെ സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് സ്വീകരിച്ച് SP വിൽസൺ തോമസ് വീണ്ടും ചിരിച്ചു. ഞങ്ങൾ ഇവനെയും കൊണ്ടുപോകുന്നു.
എസ് പിയും ഗോപകുമാറും തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. സാർ, വല്ലാത്തൊരു വിഷമത്തോടെ വൈക റൂമിൻ്റെ വാതിക്കലേക്ക് ചെന്നു. യെസ്. എസ് പി നിന്നു. ഇന്ന് പുലരും മുമ്പ് ഞാൻ സാറിന് വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെന്തിനീ കടന്നുകയറ്റം നടത്തിയെന്നാണ് വൈകയുടെ ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് എസ് പിക്ക് മനസ്സിലായി. എങ്കിലും അദ്ദേഹം അവിടെ ഒന്ന് ചിരിച്ചു തള്ളി. എന്നെ വന്ന് കാണുമ്പോൾ ഇവൻ തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ലടോ, അദ്ദേഹം പറഞ്ഞു. ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടും നാളുകൾ കുറേയായി. അതും ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ. തീക്കട്ട ഉറുമ്പരിക്കുകയല്ല, കാർന്നങ്ങ് തിന്നുകയായിരുന്നു. ഉറുമ്പിന് ഒരു സെക്കൻഡിന് മുമ്പേ കരിച്ചില്ലെങ്കിൽ പിന്നെ തീക്കട്ട എങ്ങനെ തീക്കട്ടയാകൂടോ? സർ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വൈക ധൃതിയിൽ മുമ്പോട്ട് വന്നു. താൻ പുലരും മുമ്പ് എന്നെ വന്ന് കാണാനിരിക്കുകയല്ലേ? സംസാരം അപ്പോഴാകാം. എസ് പിയുടെ സ്വരം കനത്തു. ഗോപൻ, ആജ്ഞ പോലെ വിളി. പോകാം എന്നാണ്. ഗോപകുമാർ വൈകിയൊന്ന് നോക്കി നിസ്സഹായതയോടെ. എന്നിട്ട് എസ് പിയുടെ ഓർഡർ അനുസരിച്ച് അഖിലിൻ്റെ കൈകളിൽ ബലമായി പിടിച്ച് മുമ്പോട്ട് നടത്തി. ആ ഒരു സ്തംഭനാവസ്ഥയിൽ അഖിലിൻ്റെ മിഴികൾ സങ്കടത്തിലെ എല്ലാ അതിർത്തികളും ലംഘിച്ച് പൊട്ടിയൊഴുകുന്നത് വൈക കണ്ടു. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ, ഞാൻ എത്ര പൊത്തിപ്പിടിച്ചിട്ടും അവർ അവനെ കൊണ്ടുപോയല്ലോ എൻ്റെ ഈശ്വര. പ്രതാപൻ തളർന്ന് താഴെയിരുന്നു. കാർത്തിക് അയാളെ താങ്ങി വീഴാതെ കാത്തു. എന്നെ അങ്കിൾ വിശ്വസിച്ചില്ല, വൈക പറഞ്ഞു. അതുകൊണ്ട് അങ്കിൾ എടുത്തിയാടി അപകടത്തിലായി. എല്ലാം എൻ്റെ കൈവിട്ടുപോയി. അല്ലെങ്കിൽ നീ എന്താ അവനെ അങ്ങ് വെറുതെ വിടുമായിരുന്നോ? ജ്യോതീന്ദ്രൻ്റെ പരിചരണത്തിൽ പെട്ടെന്ന് ബോധം തെളിഞ്ഞ രേണുകയും തളർച്ചയിലും വൈകിയെ നേരിട്ടു. അങ്ങനെ ഞാൻ ചെയ്യില്ല, എനിക്കതിനാവുകയുമില്ല. പക്ഷെ നിയമത്തിന് വിധേയമായി ഞാൻ അവനെ ഹാജരാക്കുമായിരുന്നു. നിയമത്തിൻ്റെ ചങ്ങല അവനിൽ നിന്നും അഴിച്ചു മാറ്റാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇനി എനിക്കതിന് പറ്റില്ലല്ലോ, അവൾ തുടർന്നു. ഒളിവിലിരിക്കുന്നിടത്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് കീഴടങ്ങുന്നതും രണ്ടും രണ്ടാണ്. തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. നിയമത്തെയും കോടതിയെയും അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊരു നിലപാടാണ് ആ കീഴടങ്ങൽ. അത് കേസിൻ്റെ മുമ്പോട്ടുള്ള വഴിയിൽ ഒരുപാട് ആനുകൂല്യം നൽകും. അതറിയോ ആൻറ്റിക്ക്? നീ ഇനിയൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, രേണുക തുറന്നടിച്ചു. ഇങ്ങോട്ട് പോരുമ്പോൾ വരാൻ നീ അവരെ ചട്ടം കെട്ടി. അവർ വന്നു, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി. നിനക്കപ്പോൾ തൃപ്തിയായില്ലേ? നിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്താൻ നീ എൻ്റെ കുഞ്ഞിനെ കൊരുവാക്കി. അയ്യോ എൻ്റെ ദൈവമേ, രേണുക വീണ്ടും നെഞ്ചിൽ തല്ലി. പാമ്പിൻ കുഞ്ഞിനാണല്ലോ ഞങ്ങൾ ഇതുവരെ പാല് കൊടുത്തത്. വൈകിക്ക് മടുത്തു. അവൾ ഡോക്ടറെ നോക്കി. ഞാൻ പോവുകയാണ് ഡോക്ടർ, സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓക്കെ, വരണ്ട ചിരിയോടെ ഡോക്ടർ പറഞ്ഞു. മാഡം വന്നോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വണ്ടി കിടക്കുന്നിടത്ത്. മെഡിക്കൽ കോളേജിൻ്റെ കുരിശുപള്ളി ജംഗ്ഷനിലാണ് കാർത്തികിൻ്റെ ഷിഫ്റ്റ് കിടക്കുന്നത്. നോ താങ്ക്സ്, താഴെ ടാക്സി കിട്ടും, വൈക പറഞ്ഞു. എന്നിട്ട് വാതുക്കലേക്ക് നീങ്ങി. തളർന്നിരിക്കുക എന്ന പ്രതാപനെ ജ്യോതീന്ദ്രനെ ഏൽപ്പിച്ച് അവൾക്കൊപ്പം കാർത്തികും നീങ്ങി. എത്ര ശ്രമിച്ചിട്ടും രേണുകയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവർ വീണ്ടും പ്രാഗി. നീ ഞങ്ങളോട് ചെയ്തതിൻ്റെയൊക്കെ ഫലം 24 മണിക്കൂറിനകം നിനക്ക് കിട്ടൂടി, ഞാനാ പറയുന്നത്. പറഞ്ഞതും രേണുക തറയിലേക്ക് തലതല്ലി. വൈക അത് കണ്ട് ഒരു നിമിഷം നിന്നു. തിരിഞ്ഞു നോക്കിയില്ല, നോക്കാൻ തോന്നിയതുമില്ല. വേഗം വാതിൽ കടന്നു. അവൾക്കും കാർത്തികിനും പിന്നിൽ ആ വാതിലടഞ്ഞു. അപ്പോഴേക്കും താഴെ റോഡിൽ ഗേറ്റിന് വെളിയിലായി മാറ്റി പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്കരികിൽ അഖിലിനെയും കൊണ്ടെത്തിയിരുന്നു എസ് പിയും ഗോപകുമാറും. അത് പോലീസ് വാഹനമായിരുന്നില്ല. അവർ രണ്ടാളും പോലീസ് വേഷത്തിലായിരുന്നില്ല. എസ് പിയുടെ സ്വന്തം വണ്ടിയായിരുന്നു അത്, ഒരു വൈറ്റ് സ്കോഡ. അഖിലിനെയും കൊണ്ട് ഗോപകുമാർ ബാക്ക് സീറ്റിൽ കയറുമ്പോൾ എസ് പി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ടാക്കി. ഉള്ളു കിടന്നുണ്ടായിരുന്നുവെങ്കിലും അഖിൽ പുറമെ ശാന്തത നടിക്കാൻ ശ്രമിച്ചു. താൻ കുറ്റം ചെയ്തിട്ടില്ല, പിന്നെ എന്തൊരു പേടിക്കണം? മനസ്സിന് ധൈര്യം പകരാൻ ഒരു ശ്രമം. നീ എവിടെയായിരുന്നു ഇതുവരെ? ഡ്രൈവിങ്ങിനിടയിൽ എസ് പി ചോദിച്ചു. ഒട്ടും ഗൗരവമില്ലായിരുന്നു ആ സ്വരത്തിൽ. അഖിലിന് അല്പം ഒരു ആശ്വാസം തോന്നി. ഞാൻ ബാംഗ്ലൂരായിരുന്നു സാർ, അൻമല്ലേ പറഞ്ഞു. പിന്നെന്തിനാ നീ ഇവിടെ വന്നത്? ഒളിച്ചിരുന്ന് മടുത്തു സാർ, കീഴടങ്ങാമെന്ന് കരുതി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് വരുമായിരുന്നു. അത് കൊള്ളാം, ഗോപകുമാർ പറഞ്ഞു. സത്യമാണ് സാർ, കീഴടങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോൾ സന്തോഷമായിട്ടാണ് ഞങ്ങളുടെ കൂടെ പോകുന്നത് അല്ലേ? ഗോപകുമാർ ചോദിച്ചു. അതെ. എന്നാൽ പിന്നെ നമുക്ക് 2 പാട്ടൊക്കെ കേട്ട് ആനന്ദിച്ചങ്ങ് പോകാം, എസ് പി പറഞ്ഞു. പരിഹാസമോ അതോ കാര്യമായി പറഞ്ഞതോ? അഖിൽ സംശയിച്ചു. പക്ഷേ എസ് പി കാറിലെ LCD TV സിസ്റ്റത്തിലേക്ക് വിരൽ നീട്ടി. കാറിൻ്റെ റൂഫിൽ നിന്നും ഒരു LCD TV സ്ക്രീൻ
മടക്കുന്നു വീർന്ന് കാഴ്ചയ്ക്ക് പാകമായി താഴ്ന്നു വന്നു. അതിലൊരു പാട്ട് വെച്ചു. പിച്ചവെച്ച നാൾ മുതൽക്ക് നീ എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തമായി. ആശ കൊണ്ട് കൂടുകൂട്ടി. പൃഥ്വിരാജനും മീരാനന്ദനും ചേർന്നുള്ള പുതിയ മുഖം എന്ന ചിത്രത്തിലെ സീന്. അഖിലിൻ്റെ മിഴികൾ ആ സീനിലേക്ക് ഉയർന്നില്ല. ഒന്നും കണ്ടതുമില്ല. പക്ഷെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ആ ഗാനം. കാതിലൂടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് അത് കടന്നു ചെന്നു. ഓരോ അറയും തുറന്നടഞ്ഞ് അങ്ങനെ ഇതായിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ വരികൾ തനിക്കും. അതവർ മെസ്സേജായി പരസ്പരം അയക്കുമായിരുന്നു. ഫോണിലൂടെ ആ സ്വരം പരസ്പരം അയക്കുമായിരുന്നു. അവരുടെ ആ കുട്ടിത്തം വിടാത്ത മുഖം, പാടുമ്പോൾ ചെറിയ കുട്ടിയുടേതുപോലുള്ള ശബ്ദം ഒക്കെ നഷ്ടപ്പെട്ട് ഒടുവിലൊരു മരത്തടി പോലെ മോർച്ചറിയിലെ തണുപ്പിൽ തൻ്റെ മുത്തം ഏറ്റുവാങ്ങാതെ തിരിച്ചറിയാതെ ഹൃദയം പിന്നിപ്പറയുന്ന വേദന. അഖിൽ വിലങ്ങിട്ട കൈകൾ കൊണ്ട് പെട്ടെന്ന് മുഖം പൊത്തി. എന്നിട്ടും ഒരു കരച്ചിലിൻ്റെ ചീള് കൈവിരലുകൾക്കിടയിലൂടെ തെറിച്ചു. SP തിരിഞ്ഞു നോക്കി. അദ്ദേഹം മനഃപൂർവ്വം ഇട്ടതായിരുന്നു ആ ഗാനരംഗം. ദയയുടെ മൊബൈലിൽ നിന്നും കിട്ടിയത് അവൻ്റെ പ്രതികരണത്തിനായി. ഊറിയ ചിരിയോടെ SP ആ സെറ്റ് ഓഫാക്കി കളഞ്ഞു. വൈഗ ലിഫ്റ്റിലേക്ക് കയറി. ഒപ്പം കയറിക്കൊണ്ട് കാർത്തിക് മെല്ലെ ചോദിച്ചു, അങ്കിളിനെയും ആൻറ്റിയെയും തനിച്ചാക്കി ഈ അവസരത്തിൽ നമ്മൾ പോകുന്നത് ശരിയായോ വൈഗ? അവർ തനിച്ചല്ല കാർത്തിക്, ഡോക്ടറും മോനും അവർക്കൊപ്പം ഉണ്ട്. എന്തു ഹെൽപ്പിനും റെഡിയായിട്ട് അവർ നോക്കിക്കോളും, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ ഇപ്പം ആവശ്യം അഖിലിൻ്റെ അടുത്തെത്തുക എന്നതാണ്. തനിക്കിനി എന്ത് ചെയ്യാനാവും? ചെയ്യാവുന്നത് എന്തെങ്കിലും ഉണ്ടാവും. അത് കണ്ടെത്തണം, ചെയ്യണം. തക്ക സമയത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നിസാരമാണെങ്കിൽ പോലും അതിന് വലിയ വാല്യൂ ഉണ്ടാവുന്നത്. അത് കറക്റ്റ്, കാർത്തിക് സമ്മതിച്ചു. ലിഫ്റ്റിൽ നിന്നും ഇരുവരും ഇറങ്ങി വരാന്തയിലൂടെ മെയിൻ എൻട്രൻസിലേക്ക് വന്നു. താൻ നിൽക്ക്, ഞാനൊരു ടാക്സി കിട്ടുമെന്ന് നോക്കട്ടെ, കാർത്തിക് പറഞ്ഞു. വൈഗ നിന്നു. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ മുതൽ നടന്നതും കേട്ടതുമായ കാര്യങ്ങളിലായിരുന്നു അവളുടെ ശ്രദ്ധ. കാർത്തിക് വരാന്തയിൽ നിന്നും പോർച്ചിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി മുമ്പോട്ട് 2 അടി വെച്ചതേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ആംബുലൻസ് പാഞ്ഞു വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. കാർത്തിക് നിന്നിരുന്നതിൻ്റെ മുമ്പിലേക്ക്. ഓക്കാപ്പുറത്തായതുകൊണ്ട് അവൻ പെട്ടെന്ന് പിന്നിലേക്കൊരു ചാട്ടം ചവിട്ടിയത് സ്റ്റെപ്പിൻ്റെ വക്കിലേക്കും. കാൽ ചുവടിറക്കാതെ പിഴച്ചതും കാർത്തിക് വീഴാൻ ആഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുക. നാളെ ഇതിൻ്റെ തുടർച്ചയുമായിട്ട് വൈകുന്നേരം 5 മണിക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും.